റിഥം ഓഫ് കുക്കറിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഓട്സുകൾ ഉണ്ടാക്കുന്ന ഒരു മധുര വിഭവമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമുക്കായിട്ട് പാചകം ചെയ്യുന്നത് മിസസ് ചിത്ര ശ്രീകുമാർ. ഹലോ മാം. ശരിക്കും നോക്കുമ്പോൾ ഒത്തിരി മധുര വിഭവങ്ങളാണ്. അപ്പം ഓട്സും ഇതൊക്കെ കൂടി ചേർത്ത് തീർച്ചയായിട്ടും ഒരു നല്ലൊരു സ്വീറ്റ് വിഭവം തന്നെയായിരിക്കും അല്ലേ? ഇതിന്റെ പേര് ഓട്സ് സ്വീറ്റ് അപ്പം തന്നെയാണ്. സ്വീറ്റ് പറയാൻ കാരണം ഇതിൽ ശർക്കര ഉണ്ട്. അതെ, ശർക്കര, പിന്നെ പല കളർ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, കിസ്മിസും നട്ട്സും ഉണ്ട്. ആകെ ഒരു കളർഫുൾ അപ്പമാണല്ലേ? ഡേറ്റ്സും, കുറച്ച് ഡേറ്റ്സും, വാനില എസൻസ്, മണം ഉണ്ടാവും, ഏലക്ക പൊടിച്ചതുണ്ട്, നെയ്യും വേണം. ഇതെല്ലാം നമ്മൾ സാധാരണ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമല്ലോ. അപ്പൊ ഈ ഓട്സ് കഴിക്കാത്ത ആൾക്കാർക്ക്, ഓട്സ് വെറുതെ പാലിൽ കലക്കി കൊടുത്ത കഴിക്കാത്ത ആൾക്കാരുണ്ട്, പായസം പോലെ. അപ്പൊ അത് ഇതുപോലെ ഓട്സ് ദോശ ഉണ്ടാക്കാം. അപ്പൊ ഓട്സ് ദോശ ഉണ്ടാക്കുമല്ലോ, അതുപോലെ ഇത് കുറച്ചും കൂടി മധുരം, ഗോതമ്പ് നമ്മൾ തേങ്ങയും ശർക്കരയും ചേർത്ത് ദോശ ഉണ്ടാക്കുന്ന ഓട്ടടയൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ ഇതിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, നട്ട്സ്, കിസ്മിസ് ഒക്കെ ചേർക്കുന്നതേ ഉള്ളൂ. പലർക്കും ഈ ഓട്സിന്റെ ഒരു വഴുവഴുപ്പ് പലർക്കും ഇഷ്ടമില്ലാത്തതാണ്. അപ്പൊ അത് ഈ ഫോമിലാകുമ്പോൾ ഗോതമ്പ് പൊടി ചേർക്കുമ്പോൾ ആട്ട ഉണ്ടല്ലോ, അപ്പൊ ആട്ട ചേർക്കുമ്പോൾ അത് മാറും. പിന്നെ ഏതാണ്ട് ഒരു പാൻ കേക്ക് പോലെയൊക്കെ ഇരിക്കും. ഓക്കെ. ശരിക്കും ഇത് ഈ സ്വീറ്റ് അപ്പത്തിന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ ഇതിപ്പോ ഓട്സ്, ഇത് ആട്ട, 1 കപ്പ് ആട്ട, ഏതാണ്ട് അതേ അളവ് ഓട്സ് എടുത്തു. പിന്നെ ശർക്കരയും ആ ഒരു പാകത്തിന് തന്നെ. ശർക്കര നമുക്ക് മധുരം കുറവ് വേണമെങ്കിൽ അത് പഞ്ചസാര ചേർക്കുന്ന പോലെ നമുക്ക് അതിന്റെ അളവ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഇത് ഒരു തേങ്ങ, ഒരു കപ്പ്. പിന്നെ കുറച്ച് ബ്രോക്കൺ നട്ട്സ് ആണ് എടുത്തേക്കുന്നത്, കുറച്ച് കിസ്മിസ്, ഇത് മിക്സഡ് പല കളർ ടൂട്ടി ഫ്രൂട്ടി മിക്സ് ചെയ്തതാണ്, ഏലക്ക പൊടിച്ചത്, നെയ്യ്, വാനില എസൻസ്, കുറച്ച് ഡേറ്റ്സ് ഞാനിങ്ങനെ അരിഞ്ഞു വെച്ചു. ഡേറ്റ്സ് ഒരു എണ്ണം ഉണ്ടോ? എത്ര? ഇതിപ്പോ 2-3 എണ്ണം ഇത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള ഈ ഓട്സ് സ്വീറ്റ് അപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഒരു ചെറിയ ബൗൾ നിറച്ച് ഓട്സ്, ടൂട്ടി ഫ്രൂട്ടിയുടെ ഒരു പല കളേഴ്സിലുള്ള ഒരു ബൗൾ. കുട്ടികൾക്ക് കളർഫുൾ ആയിരിക്കും. ഇത് ബ്രോക്കൺ നട്ട്സ്, ദെൻ കിസ്മിസ്, ഒരു അരമുറി തേങ്ങ, കുറച്ച് ഒരു ബൗൾ ശർക്കര, ആട്ട, കുറച്ച് വാനില എസൻസ്, ദെൻ കുറച്ച് നെയ്യ്, ഏലക്ക പൊടിച്ചത്, പിന്നെ ഒരു 2-3 ഡേറ്റ്സ് അരിഞ്ഞത്. ഇത് ഡെക്കറേറ്റ് ചെയ്യാനാണോ അതോ ഇതും കൂടി നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട്? ആക്ച്വലി ഇത് നമ്മൾ ഗോതമ്പ് ദോശ ഒക്കെ മധുരം ചേർത്തൊക്കെ ഉണ്ടാക്കി മറിച്ചിട്ട് എടുക്കൂല, അതുപോലെ തിക്കായിട്ടാണെങ്കിൽ ഒരു പാൻ കേക്ക് പോലെയൊക്കെ ഇരിക്കും. അങ്ങനെയുള്ളൂ. കട്ടി കുറച്ചും എളുപ്പം ഉണ്ടാക്കാം. അപ്പം ഓട്സും ഗോതമ്പ് പൊടിയും കൂടി മിക്സ് ചെയ്യും. ആട്ട നമ്മൾ ഈക്വൽ ക്വാണ്ടിറ്റി ആയിരിക്കും അല്ലേ? ഓട്സ് കുറച്ച് കൂടുതൽ വരണം. അപ്പം ഞാൻ ഇതിലെടുത്തുവെങ്കിലും ഓട്സിന്റെ അത്രയും തന്നെ എടുത്തു വെച്ചിരുന്നു. അപ്പോൾ ഓട്സ് കുറച്ച് കൂടുതലായിട്ട് ഇരിക്കുന്ന പോലെ എടുത്താൽ മതി. ഈക്വൽ ആകുമ്പോൾ കൂടുതൽ രണ്ടിന്റെയും ഈക്വൽ ടേസ്റ്റ് ആയിരിക്കും. ഇതാകുമ്പോൾ ഓട്സിന്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. ഇതിൽ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി നമ്മൾ മധുര ദോശയ്ക്കൊക്കെ ഇടുമല്ലോ, അങ്ങനെ വേണമെങ്കിൽ ഇടാം. എന്നിട്ട് ഇതിൽ കുറച്ച് തേങ്ങ ശർക്കര ഇടണം. തേങ്ങ ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കി കഴിഞ്ഞിട്ട് ശർക്കര ഇട്ടാൽ മതി. ഇതൊരു നല്ല കട്ടി രൂപത്തിലായിരിക്കും അല്ലേ? ഇപ്പൊ എപ്പോഴും കുറച്ച് മാവ് മാറ്റി വെച്ച് കഴിഞ്ഞാലേ നമുക്ക് അഥവാ ലൂസായി പോയാല് രണ്ടാമത് ഇപ്പൊ ഓട്സ് അലിയാനായിട്ട് ഒരുപാട് വെള്ളം ആവശ്യമില്ല. ഇതൊരു നമ്മൾ ചപ്പാത്തിയുടെ ആ ഒരു പാകമാണോ വേണ്ടത്? അത് അതിൽ കുറച്ചും കൂടി ലൂസാവാം. ഇതിൽ നമ്മൾ അല്ലാതെ ഇങ്ങനെ ബേക്കിംഗ് പൗഡർ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. ശർക്കര ഇടുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി ലൂസാവും. ഓക്കെ. ഇപ്പം നമ്മൾ ഓട്സും
കൂടുതൽ ക്വാണ്ടിറ്റി ഓട്സും കുറച്ച് ആട്ടയും കൂടി മിക്സ് ചെയ്ത് ഒപ്പം നമ്മൾ ചിരണ്ടി വെച്ചിരുന്ന തേങ്ങയും കൂടെ നന്നായി തേങ്ങയും ശർക്കരയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു എന്താ പറയുക ഒരു മിക്സ് ആക്കി എടുക്കുകയാണ്. ഒരു നമ്മുടെ ചപ്പാത്തിയുടെ ആ ഒരു പാകത്തിൽ നിന്ന് കുറച്ചും കൂടെ കൂടുതൽ ലൂസായിട്ട്, കുറച്ചും കൂടെ പാകത്തിലുള്ള ലൂസ് അല്ലേ? അത് ഇളക്കി കഴിയുമ്പം കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. പക്ഷെ ഈ ശർക്കര ഇങ്ങനെ അലിയുമ്പം ലൂസാകും. അതുകൊണ്ട് ആദ്യമേ അങ്ങ് ശർക്കര നന്നായിട്ട് ഇങ്ങനെ അലിഞ്ഞ് ചേരണം. അപ്പൊ ശരിക്കും മിക്സ് ചെയ്ത് കുറച്ചു നേരം വയ്ക്കണം അല്ലേ ഈ ശർക്കര? അങ്ങനെ വച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ്. അല്ല ഉടനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത് കണ്ട് ഇപ്പൊ കുറച്ചും കൂടി ലൂസ് ആയല്ലോ. അത് ഇനി നമ്മൾ ശകലം നെയ്യും ഏലക്കാപ്പൊടിയും പിന്നെ ബാക്കി എല്ലാം കുറേശ്ശെ ചേർക്കും. ബാക്കി ഡെക്കറേറ്റ് ചെയ്യാൻ. അപ്പൊ ഞാൻ അതിൽ കുറച്ച് നെയ്യ്, ഏലക്കാപ്പൊടി ഇത്ര ആവശ്യമുണ്ട്. എസൻസ് ഇപ്പോഴാണ് എസൻസ് ഒഴിക്കാം. അത്ര ഒഴിക്കാം. നമ്മൾ ടൂട്ടി ഫ്രൂട്ടി മുഴുവനും ഇപ്പോൾ ഇടില്ല. ഇത് ആയി കഴിയുമ്പോൾ ഒഴിച്ചിങ്ങനെ പരത്തി കഴിഞ്ഞിട്ട് മുകളിൽ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട്, എന്നാൽ അത് ഇത് മറിച്ചിട്ട് എടുക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ കുറച്ചിടും. എല്ലായിടത്തും അത് ഉണ്ടാവും. ദോശയിൽ തന്നെ എല്ലായിടത്തും മതിയാവുമല്ലോ. അതുപോലെ കുറച്ച് ഡേറ്റ്സ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. കുറച്ച് ഡേറ്റ്സ് ഇട്ടു, നട്ട്സും കുറച്ച് നട്ട്സും ഇടും. എല്ലാം കുറേശ്ശെ ഇട്ടിട്ട് ബാക്കി നമ്മൾ ടോപ്പിംഗ് പോലെ പിസയ്ക്കൊക്കെ വെക്കൂല അതുപോലെ. കുട്ടികളെ പറ്റിക്കാനായിട്ടുള്ള നല്ലൊരു ഈ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നല്ല കൊടുക്കാൻ നല്ലതാണ്. കാരണം അല്ലാണ്ട് നമ്മൾ ഓട്സ് പാലൊക്കെ ഒഴിച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കഴിച്ച് കൊടുത്താൽ കുട്ടികൾക്ക് അതെന്നും ആവുമ്പോൾ ഇഷ്ടപ്പെടില്ല, വല്ലപ്പോഴും കഴിക്കും. ഇത് ഓട്സ് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ കൂടി ഇങ്ങനെ ഒരു ഇഷ്ടം കൊടുക്കുമ്പോ അല്ല ഓട്സ് ആണെന്ന് അറിയാണ്ട് കഴിച്ചോളൂ അല്ലേ? ഇതിപ്പം നമ്മൾ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിരുന്നല്ലോ. അല്ല ശർക്കര മുഴുവൻ ഇട്ടിട്ടില്ല, കുറച്ച് ശർക്കര ഇട്ടിട്ടുള്ളൂ. നല്ല വെള്ള ശർക്കര ആയതുകൊണ്ട് ശർക്കര ഇനി മധുരം പോരാ ഉണ്ടെങ്കിൽ ചില കറുത്ത ശർക്കര ആണെങ്കിൽ നല്ല കളർ കുറവാണെങ്കിലും മധുരം ഉണ്ടാവും. നമ്മൾ ആദ്യം ചെയ്തത് ഓട്സും കുറച്ച് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തു. ഒപ്പം ഓട്സിനേക്കാൾ കുറഞ്ഞ അളവിൽ ആട്ടമാവ് എടുത്തു. തേങ്ങയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു. നെയ്യ് ഒഴിച്ചു, ഏലക്കാപ്പൊടി, ശർക്കര, അതിനുശേഷം ടൂട്ടി ഫ്രൂട്ടി കുറച്ച്, ബ്രോക്കൺ നട്ട്സ് കുറച്ചിട്ടു, കിസ്മിസ് കുറച്ചിട്ടു, വാനില എസൻസ് ഇട്ടു, ഡേറ്റ്സിന്റെ ഒരു 2-3 അല്ലി മുറിച്ചെടുത്തതിന്റെ കുറച്ച് പീസ് എടുത്തു. ബാക്കി കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഓട്സ് വെന്ത് വരാൻ ഒത്തിരി സമയം എടുക്കും? ഇല്ല, വളരെ വേഗമാകും. നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ വളരെ വേഗമാകുമല്ലോ. അപ്പൊ ചൂട് വളരെ കുറച്ചിട്ട് ഞാൻ ഈ ക്വാണ്ടിറ്റി മുഴുവൻ അങ്ങോട്ട് ഒഴിക്കുകയാണ്. ഇത് 2-3 ചെറിയ ദോശക്കല്ലിൽ നമുക്ക് ദോശ പോലെയും ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ കുട്ടികൾക്ക്. അപ്പൊ നമ്മള് എപ്പോഴും മറ്റേ ദോശ കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ വെറൈറ്റി ദോശ കൊടുക്കാം. ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് നമുക്ക് ഫ്ലെയിം മുകളില് കളർഫുള്ളും ആകും. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ കിട്ടുകയും ചെയ്യും. അതെ, ഇത് ഇടാലോ. പിസ്സ പോലെ നമ്മൾ അടയ്ക്കാതെ അല്ല മറിച്ചിടാതിരുന്നാൽ അതേപോലെയാകും. നമ്മൾ മറിച്ചിട്ട് എടുക്കുന്നത് കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ചൂട് കുറച്ച് വെക്കാവുന്നത്. എന്നിട്ടൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് കഴിഞ്ഞ് മറിച്ചിടുന്നതിന് മുമ്പ് മുകളിലും കുറച്ച്
ശരിക്കും പിസ്സയുടെ ഒരു ലുക്ക് അങ്ങനെ ചൂടൊന്നും കുറച്ച് കൂട്ടാം. ഇത് ശരിക്കും ടെമ്പറേച്ചർ കുറച്ച് ചെയ്യുന്നതാണ് എപ്പോഴും. അപ്പൊ അത് ഇടാണ്ടിരിക്കാൻ പറ്റും. 10 മിനിറ്റ് അങ്ങനെ ഇരിക്കുവാണെങ്കിൽ പെട്ടെന്നാവും. മറിച്ചിടാതെ തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ കുറച്ച് സമയം ഒരു 2 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ അതിന് മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടൊന്ന് മറിച്ചിട്ടിട്ട് എടുക്കും. നമ്മുടെ ഓട്സ് സ്വീറ്റ് അപ്പം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഭംഗിയുണ്ട്. ശരിക്കും നമ്മുടെ ബേക്കറികളിലൊക്കെ അല്ലെങ്കിൽ വീട്ടിൽ പിസ്സ ഉണ്ടാക്കുമ്പം വളരെ മുകളിൽ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് സോസൊക്കെ ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്ത് ഒരു കളർഫുൾനെസ് ഉണ്ടല്ലോ, അതുപോലെയാണ് ഇപ്പം കാണുന്നത്. എന്നാൽ എല്ലാം ടൂട്ടി ഫ്രൂട്ടിയുടെയും എല്ലാത്തിൻ്റെ ആ ഒരു ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ കൂടി നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ടിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന ഒരു ടേസ്റ്റ് അറിയില്ല, പക്ഷെ എന്നാലും ഒരു ലുക്കുണ്ട്. ഇപ്പൊ നമ്മൾ അതിനടിയിൽ നെയ്യ് ഒഴിച്ചിരുന്നല്ലോ, അപ്പൊ നടുക്ക് ഇങ്ങനെ കളർ മാറിയില്ല, സൈഡിൽ ഇങ്ങനെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഒരു ഒത്തിരി സമയം കൂടി. ശരിക്കും നല്ലൊരു മണം വരുന്നുണ്ട്. അത് വാനില എസൻസിന്റെയും നെയ്യിന്റെ ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു മണമാണ്. ഇത് വേറൊരു കാര്യമല്ല, ഇത് മറിച്ചിടാനുള്ള കണ്ടോ 2 ചട്ടുകൾ ഞാൻ എടുത്തു വെച്ചത് അതുകൊണ്ടാണ്. മറിച്ചിടാനുള്ള ചില എളുപ്പമായി പോവും നെയ്യിന്റെ. അല്ലെങ്കിൽ എന്താ ചെയ്യണ്ടെന്നോ, വേറൊരു നോൺ സ്റ്റിക് പാനിലേക്ക് കമർത്തും. അങ്ങനെ ദോശക്കല്ലാണെങ്കിൽ ഇതിപ്പോ നമുക്ക് ഷേപ്പ് ഇങ്ങനെ ഇതാക്കണമെങ്കിൽ ഇങ്ങനെ ആയി വരുമ്പോ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ അതിന്റെ ഒരു തിക്കായിട്ട് ഇങ്ങനെ വരും. ചെറിയ ചൂടിൽ വച്ചിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് താമസം വരുന്നത്. ദോശക്കല്ലിലാണെങ്കിൽ നമുക്ക് വളരെ വേഗം ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഇട്ടിട്ട് എടുക്കാം. അല്ലെങ്കിൽ വേറൊരു മാർഗമുള്ളത്, ഒരു നോൺ സ്റ്റിക്ക് പാനും കൂടി കരുതുക, എന്നിട്ട് ഇത് മറ്റേ അങ്ങനെയും ചെയ്യാം. നമ്മുടെ ഓട്സ് കൊണ്ടുള്ള സ്വീറ്റ് വിഭവം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള പാചകം ഇൻഗ്രീഡിയൻസിൽ ഒരിക്കൽ കൂടെ പറയാം. ഒരു ബൗൾ നിറച്ച് ഓട്സ്, ഒരു ബൗൾ ആട്ട. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓട്സ് കൂടുതലും ആട്ട കുറച്ചും എടുക്കണം. ഇത് ആദ്യം ഓട്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അല്പം അയവുള്ള പരുവത്തിൽ മിക്സ് ചെയ്ത് വയ്ക്കുക. അതിനോടൊപ്പം ആട്ടയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് തേങ്ങയും ശർക്കര, ഏലക്കാപ്പൊടി, നെയ്യ്, വാനില എസൻസ് ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്ത് അല്പം ലൂസായിട്ടുള്ള പരുവത്തിൽ, അതായത് ഒരു ദോശയുടെ അയവ് വേണ്ട, ചപ്പാത്തിയേക്കാൾ കുറച്ചും കൂടെ കൂടിയ ആ ഒരു അയവിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി, ബ്രോക്കൺ നട്ട്സ്, ദെൻ കിസ്മിസ്, പിന്നെ അരിഞ്ഞ ഡേറ്റ്സ് ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് ഇളക്കാം. ശർക്കരയിൽ ചിലപ്പോൾ ഉപ്പ് കാണുമല്ലോ, അതുകൊണ്ട് ആ ഒരു മിശ്രിതം നന്നായിട്ട് നെയ്യ് തടവിയ ഒരു പാനിലേക്ക് ഒഴിച്ച് ഒരു 10 മിനിറ്റ് ചെറിയ ചൂട് വേവിക്കുക. ചെറിയ ചൂടായതുകൊണ്ടാണ് ഇത് മറിച്ചിടാൻ താമസം. എന്നിട്ട് മുകളിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ ഒഴിച്ചിട്ട് വേണം മറിച്ചിടാൻ. ഈ സൈഡൊക്കെ കറക്റ്റ് ആയി കഴിഞ്ഞു. ഉണ്ടോ, ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. ഇവിടെ അങ്ങനെ ഇത് കുറേ സമയം നമ്മൾ ലോ ഫ്ലെയിമിൽ ടെമ്പറേച്ചറിൽ ഇങ്ങനെ അടപ്പ് തുറക്കാതെ അടച്ചു വെച്ചിരുന്നാൽ തന്നെ ഓക്കെ ആവും. അങ്ങനെയാവും. ശരി, ഇത് കാണാൻ വളരെ നല്ല ഭംഗിയുണ്ട്. എല്ലാം നല്ല ഒരു മൾട്ടി കളറാണ് അതിൻ്റെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. എല്ലാം ചേർന്നിട്ട് വളരെ ഭംഗിയുള്ള ഒരു വിഭവമാണ്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഓട്സ് കഴിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് ഇത് ഓട്സ് ആണെന്ന് അറിയാണ്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. പ്രത്യേകിച്ച് വളരെ ഈസി ആയിട്ട് 4 മണി സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. എന്തായാലും ടേസ്റ്റ് അറിയില്ല, ടേസ്റ്റ് എന്തായാലും നമുക്ക് അതിന് ശേഷം ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ട രീതി. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വീണു, പക്ഷേ പൊസിഷൻ അല്ല. അത് ദോശക്കല്ലാണെങ്കിൽ ഇനി ചൂട് കൂട്ടാം. മറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കത് ചൂട് കൂട്ടാം. എളുപ്പം ദോശക്കല്ല് വെച്ചിട്ടാണെങ്കിൽ ഒരു ദോശക്കല്ല് നമ്മളിതിങ്ങനെ ഒഴിച്ചിട്ട് തട്ടിപ്പൊത്തി വെച്ചിട്ട് അത് ആ ഷേപ്പ് വന്നില്ലെങ്കിൽ സൈഡിൽ നിന്ന് ഇങ്ങനെ കൊണ്ട് ഷേപ്പ് ചെയ്ത് എടുക്കാം. ഇപ്പം ഇവിടെ ഒന്നും കരിഞ്ഞിട്ടേ ഇല്ലല്ലോ. അപ്പൊ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ടാണ് അങ്ങനെ
ഒട്ടും കരിയാതെ ഒരേ കളറ്. അല്ലെങ്കിൽ നമ്മൾ ചില കേക്കൊക്കെ വാങ്ങുമ്പോൾ പലപ്പോഴും ആ പേപ്പറിൽ നമ്മൾ കുക്കറിലൊക്കെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അടിയിൽ ഇങ്ങനെ കരിഞ്ഞു പോവില്ലേ, അതുപോലെ ആയിപ്പോയേനെ. അതുകൊണ്ടാണ് വളരെ ലോ ഫ്ലെയിമിൽ വച്ചത്. ഇത് എളുപ്പം പറ്റുന്നത് നമ്മളൊരു ദോശക്കല്ലിൽ ഇങ്ങനെ വെച്ചിട്ട്, നോൺ സ്റ്റിക്കിന്റെ തന്നെ കല്ലിൽ വെച്ചിട്ട് തിരിച്ചതിനാകുമ്പോൾ മറിച്ച് വേറൊരു നോൺ സ്റ്റിക്കിലേക്ക് ഇട്ടാലും മതി. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മള് ഗോതമ്പ് പൊടിയുടെ അളവ് കൂട്ടണം. ഓട്സിന്റെ അളവ് കൂടുമ്പോഴാണ് നമുക്ക് ഈ 2 പാൻ ഈസി കുക്കിംഗ് ആവുന്നത്. അപ്പൊ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വൺ സൈഡഡ് ആയിട്ട് തന്നെ ഇരുന്ന് വേവിക്കാം. വെന്ത് വരുമല്ലോ, ഫുൾ ആയിട്ട് വെന്ത് വരുമല്ലോ. അപ്പൊ ആ കളർഫുൾ, ഇതിപ്പം അപ്പുറത്തെ സൈഡിൽ ടൂട്ടി ഫ്രൂട്ടി വെച്ച കളർ ചേഞ്ച് വരും. മറ്റേതാകുമ്പോ അത് വരില്ല. നല്ല മണം വരുന്നു, നല്ല മണം വരും. ഇത് ഇങ്ങനെ ഇടുന്നതാണ് എളുപ്പം. നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ശരിക്കും ഒരു പിസയുടെ മുകളിൽ ഇനി കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പിസ തന്നെയാണല്ലേ പോലെ ഇരിക്കും. ഇത് കാരണം ഇങ്ങനെ വരാൻ കാരണം നമ്മൾ മറിച്ചിട്ടത് കൊണ്ടാണ്. അല്ലെങ്കിൽ ആ പിസയുടെ പോലെ തന്നെ കുറച്ച് ചീസും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ മുകളിൽ തന്നെ ഇരിക്കും. ഇത് ശരിക്കും തണുപ്പിച്ച് ഒരു 5 minutes ഇരിക്കുമ്പോൾ തന്നെ അത് തണുക്കും. അല്ലാണ്ട് ഫ്രിഡ്ജിൽ വെച്ച് വെക്കേണ്ട ആവശ്യമില്ല. കഴിച്ചു നോക്കൂ. ചൂടല്ലേ? നല്ല ചൂടുണ്ട്, പക്ഷേ ശരിക്കും വളരെ ടേസ്റ്റ് കേട്ടോ. ഓട്സിന്റെയോ ഇല്ലെങ്കിൽ ആട്ടയുടെയോ ഒരു മണവും ഇല്ല, ഒരു ടേസ്റ്റും വരുന്നില്ല. പക്ഷെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള നല്ലൊരു സ്വീറ്റ്. ശരിക്കും കുട്ടികളെ പറ്റിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ് കേട്ടോ. അതായത് പറ്റിക്കാൻ പറ്റിയെന്ന് ഉദ്ദേശിച്ചത് അവർക്ക് നല്ലൊരു വിഭവം, ടേസ്റ്റ് മാത്രമല്ല, അവർക്ക് ശരീരത്തിനും വളരെ ഗുണപ്രദമായിട്ടുള്ള ഓട്സ് ആണ്. ഒപ്പം തന്നെ ഓട്സ്, പല കുട്ടികൾക്കും ഓട്സ് ഇഷ്ടമില്ല. അപ്പോൾ അത്തരം കുട്ടികൾക്ക് ഇത്തരം ഓട്സ് അവരുടെ ശരീരത്തിലേക്ക് എത്തിക്കാൻ പറ്റിയ നല്ലൊരു മാർഗ്ഗമാണ് നമ്മുടെ ഓട്സ് കൊണ്ടുള്ള സ്വീറ്റ്. അപ്പം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ. വളരെ അല്ലേ, എല്ലാം തന്നെ വളരെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ശരിക്കും അത് ഒരു വലിയൊരു ഈ ഒരു ലാസ്റ്റ് ഫൈനൽ പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ 10 മിനിറ്റ് എന്നുള്ളത് വളരെ വലിയൊരു സമയമൊന്നും അല്ല. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും അവർക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവം തന്നെയാണ് ഓട്സ് സ്വീറ്റ്. അപ്പം തീർച്ചയായിട്ടും പരീക്ഷിക്കണം.